അപ്പോസ്തലപ്രവൃത്തി 12-ന്റെ 6-ാമത്തെ വാക്യം. അപ്പോസ്തലപ്രവൃത്തി: യോദ്ധാവ് അവനെ ജനത്തിന്റെ മുമ്പിൽ നിർത്തുവാൻ ഭാവിച്ചതിന്റെ തലരയാത്രയിൽ പത്രോസ് 2 ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ടവനായി 2 പടയാളികളുടെ നടുവിൽ ഉറങ്ങുകയായിരുന്നു. വാതിലിന്റെ മുമ്പിൽ കാവൽക്കാർ കാരാഗൃഹം കാത്തുകൊണ്ടിരുന്നു. ഒരു നിമിഷം കണ്ണടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. നിത്യനും പരിശുദ്ധനായ എൻ്റെ സ്വർഗ്ഗീയ നല്ല പിതാവേ, നല്ല കൃപയ്ക്കായി സ്തുതിക്കുന്ന സ്തോത്രം. ഈ വചനം സംസാരിക്കുവാൻ അടിയന് കൃപയ്ക്കായി പ്രാർത്ഥിക്കുന്നു. ഇന്ന് വചനം സംസാരിക്കാനുള്ള ഞാനും പരിജ്ഞാനം നിറയണം. വചനത്തിന് വിരോധമായി, കേൾവിക്ക് വിരോധമായി ഉണ്ടാകുന്ന എല്ലാ അവശബ്ദങ്ങളെയും യേശുവിൻ്റെ നാമത്തിൽ ശാസിച്ച് ഭർഷിച്ച് മാറ്റിയാണ്. ജനം സ്വതന്ത്രരാവട്ടെ. ദൈവ ഭയത്തോടും വിറയലോടും ദൈവമേ എന്നുള്ള ഒറ്റ ചിന്തയോടെ ഇരിപ്പാൻ സ്വർഗ്ഗം സഹായിക്കണം. കർത്താവേ, അവിടുത്തെ രക്തത്താൽ കൈ ശുദ്ധീകരിക്കണം, കൃപയിൽ പൊതിയണം. വിക്കനായ മോശയുടെ നാവോടുകൂടെ ഇരിക്കണം. അടിയൻ അവിടുത്തതാണ്. അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുമ്പോൾ വചനം ഏത് ആത്മാവിലാണ് എഴുതപ്പെട്ടത്, അതേ ആത്മാവിൽ നിന്ന് ദൈവം സംസാരിക്കും. കൃപ തരണം. ശബ്ദം വെളിച്ചമെല്ലാം അങ്ങ് നിയന്ത്രിക്കണം. ഇന്ന് ഈ ചാനലിലൂടെ അപ്പച്ച മന്ന TV-യിലൂടെയും മീഡിയ ടുഡേയിലൂടെയും യൂട്യൂബ് ചാനലിലൂടെയും കേൾക്കുന്ന ലോകമെമ്പാട് സകലവർക്കും ഇന്നത്തെ ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹമായി തീർക്കുവാൻ ദൈവം സഹായിക്കണം. ഇതിനകത്ത് വേദനയോടെ കടന്നു വന്നവരുണ്ട് കർത്താവെ, ചാനലിലൂടെ കേൾക്കുന്നവരുണ്ട്. ഇന്ന് അവസ്ഥകൾക്ക് മാറ്റം വരുത്തുവാൻ, ഭേദങ്ങൾക്ക് മാറ്റം വരുത്തുവാൻ ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വന്നതുപോലെ അല്ല, ഇന്ന് TV-യുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ ഈ ചാനൽ കേൾക്കുമ്പോൾ മാറ്റാതെ, സിനിമയിലോട്ട് പോകാതെ, സീരിയലിലോട്ട് പോകാതെ, കോമഡിയിലോട്ട് പോകാതെ, വാർത്തയിലോട്ട് പോകാതെ വചനത്തിനകത്ത് തന്നെ നിന്ന് കേൾക്കുന്നവർക്ക് ഭയങ്കര വിടുതലായി തീരുവാൻ, ഈ ദിവസം മറക്കാത്ത പകൽക്കാലമായി തീരുവാൻ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യം മുതൽ അവസാനം വരെയും അങ്ങ് അധ്യക്ഷനായിരിക്കണം. അടിയനെ താഴ്ത്തുന്നു. വരേണ്ടവരെ എത്രയും പെട്ടെന്ന് കൂട്ടിച്ചേർക്കണം. കർത്താവ് ആലയത്തിൻ്റെ മേൽ ദൈവസാന്നിധ്യം ഇടപെടുന്നതിനായി സ്തോത്രം. പർവ്വതത്തിൻ്റെ മേൽ ഇറങ്ങി നിൽക്കുന്ന ദൈവം, പർവ്വതത്തിൻ്റെ മേൽ ഇറങ്ങി നിൽക്കുന്ന ദൈവം ഇന്ന് മുറിഞ്ഞപാല സഭയുടെ മേൽ ഇറങ്ങി നിൽക്കുകയാണ്. ഓ, പർവ്വതത്തിൽ വെളിപ്പെടുന്ന ദൈവം, പർവ്വതത്തിൽ വെളിപ്പെടുന്ന ദൈവം പർവ്വത കുലുങ്ങത്തക്ക വണ്ണം ഒരു ദൈവ സാന്നിധ്യത്തിനകത്ത് വ്യാപരിക്കാൻ പോകുന്നതിനായി സ്തോത്രം. മഹത്വം അങ്ങെടുക്കണം. എല്ലാവരെയും താഴ്ത്തു യേശു ക്രിസ്തു നാമത്തന്നെ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. പത്രോസ് 2 ചങ്ങലയിൽ ബന്ധിക്കപ്പെട്ടവനായി 2 പടകളുടെ നടുവിൽ സുഖമായിട്ട് കിടന്ന് ഉറങ്ങുകയായിരുന്നു. അതായിരുന്നു ഉറങ്ങുകയായിരുന്നു ബന്ധിക്കപ്പെട്ടവൻ. ഇന്ന് ബന്ധിക്കപ്പെട്ടവൻ മനുഷ്യമാ നോക്കുമ്പോൾ ഉറങ്ങത്തില്ല. പത്രോസ് ഉറങ്ങണമെങ്കിൽ ഒരു കാരണമുണ്ട്. ഞാൻ എൻ്റെ പുറമേ ബന്ധിക്കപ്പെട്ടാലും അകം ബന്ധിക്കപ്പെട്ടിട്ടില്ല. എൻ്റെ പുറമേ ബന്ധിക്കാൻ പറ്റോ? മാനുഷ്യമായ കരങ്ങൾക്ക്, മാനുഷ്യമായ എൻ്റെ കരങ്ങൾക്ക്, കൈകൾക്കോ കാലുകൾക്കോ എന്നെ ബന്ധിക്കാം. ഇന്ന് പിടിച്ചെടുത്തോളാം, അണികളെ പിടിച്ചെടുത്തോളാം. നിന്നെ പുറമേ എല്ലാവർക്കും ബന്ധിക്കാൻ പറ്റും. ഇന്ന് പുറമേ എല്ലാവർക്കും ബന്ധിക്കാൻ പറ്റും. ഇന്ന് മാനുഷ്യമായ ഒരു കരം, ഇന്ന് മാനുഷ്യമായ ഇന്ന് സമൂഹം പറയും എല്ലാത്തിന്റെ മേൽ മാനുഷ്യമായ ബന്ധനമുള്ള കാലഘട്ടങ്ങളിൽ, ആരാധനയ്ക്ക് തടസ്സമുള്ള കാലഘട്ടങ്ങളിൽ, പ്രാർത്ഥനയ്ക്ക് തടസ്സമുള്ള കാലഘട്ടങ്ങളിൽ, സുവിശേഷത്തിലേക്ക് തടസ്സമായ കാലഘട്ടങ്ങളിൽ പുറമെ എല്ലാവരും ബന്ധിക്കുമ്പോൾ ബന്ധിക്കാൻ പറ്റാത്തത് ആർക്കും, ഈ ലോകത്തിന്റെ ആർക്കും ബന്ധിക്കാൻ പറ്റാത്തത് നിന്റെ ഹൃദയത്തിലാണ്. നിന്റെ ഹൃദയത്തെ ആർക്കും ബന്ധിക്കാൻ പറ്റത്തില്ല. പതിനൊന്ന് വർഷം സഭയെ ദൈവം നയിക്കുവാൻ ഈ കൃപ തന്നു. ഒരുപാട് കെട്ടുകൾ എന്നെ കെട്ടി, അല്ലേ? മനുഷ്യന്മാരിൽ കെട്ടി, മന്ത്രവാദം കൊണ്ട് എന്നെ കെട്ടി. എന്നെ തകർക്കാൻ കൊടുത്ത നേർച്ചകൾ അറിയണ്ടേ? ഒരു ക്ടായാണ് ദൈവമക്കളെ, ഉടനല്ല, ഒരു ക്ടായ. എവിടെയാണ് കൊടുക്കണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. മനുഷ്യമായ മന്ത്രം കൊണ്ടുള്ള കെട്ടുകൾ അവസാനം അതൊന്നും ജയിച്ചില്ല. പോലീസിന് നിയമപരമായി പോയി, അവിടെയും ജയിച്ചില്ല. അവിടെ എൻ്റെ അപ്പൻ കളക്ടറായൊന്നുമില്ല, എൻ്റെ അപ്പ DGP ആയതുകൊണ്ടൊന്നുമല്ല, സ്വർഗത്തിൽ അപ്പ DGP അവിടെ ഇരുന്നത് കൊണ്ടാ. എൻ്റെ കുടുംബത്തിൽ DGP പോലീസ് ആരുമില്ല. അല്ലേ? എൻ്റെ കുടുംബത്തിനകത്ത്
ഒരു MLA പോലും ഇല്ല, ഒരു മെമ്പർ പോലും ഇല്ല. പക്ഷെ സ്വർഗത്തിന്റെ അപ്പൻ DGP അവിടെ ആയിരുന്നത് കൊണ്ടാ. ഹല്ലേലൂയ. അപ്പൊ അവിടെ എല്ലാം ജയിച്ചു. അപ്പൊ ഒരു പരാജയം വരുമ്പോ അടുത്ത് പരാജയപ്പെടുന്ന മന്ത്രവാദത്തിലോട്ട് പോകും. അവിടെ പരാജയപ്പെടുമ്പോ അടുത്ത് ചെയ്യുന്ന എന്താണെന്നറിയാമോ? മാനുഷ്യമായ വ്യക്തികളെ ഇറക്കും. ഇത്തിരി പണം കൊടുത്തിട്ട് ചില വ്യക്തികൾ അങ്ങോട്ട് പറഞ്ഞു വിടും, ഇവനെ തട്ടിയിട്ട് വന്നാൽ ഇത്ര ലക്ഷം രൂപ തരാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇവനെ ഇന്ന് തീർത്തിട്ട് വന്നാൽ നിനക്ക് ഇത്ര ലക്ഷം രൂപ തരാം. പക്ഷേ അവിടെ പറയുന്നു, ദൈവം പറയും, എന്റെ കുഞ്ഞിനെ സൂക്ഷിക്കാൻ ദൈവത്തിന് അറിയാം. എന്റെ കുഞ്ഞിനെ സൂക്ഷിക്കാൻ അറിയാം. ദൈവത്തിന്, നീ ദൈവത്തിന്റെ കയ്യിലായിരിക്കണം. നീ ദൈവത്തിന്റെ കയ്യിലായിരിക്കണം. അപ്പന്റെ കയ്യിലായിരുന്നാൽ നിന്നെ തൊടുവാൻ ആർക്കും കഴിയത്തില്ല. ഈ ലോകത്തിന്റെ ശക്തി എത്ര വലുതായാലും, ശത്രു എത്ര ബലവാനായാലും നിന്നെ തകർക്കുവാൻ ഈ ലോകത്തിൽ ആർക്കും കഴിയത്തില്ല എന്ന് അടിവരയിട്ട് ഞാൻ വിളിച്ചു പറയുകയാണ്. നിങ്ങൾ വിശ്വസിക്കുക. നിങ്ങൾ ഏത് അവസ്ഥയെ കടന്നു പോയാലും നിങ്ങൾ എന്തെങ്കിലും സറിയോടെ സംഭവിക്കണമെങ്കിൽ ദൈവം വിചാരിക്കണം. എന്നാൽ പത്രോസ് എന്തിനാ കിടക്കുന്നത്? ഉറങ്ങുന്നുണ്ടെങ്കിലും പിറ്റേന്ന് നേരം വെളുക്കുമ്പോ പത്രോസിന്റെ തല വെട്ടണമെന്നുള്ള മരണത്തെ മുഖാമുഖം അഭിമുഖീകരിച്ചുകൊണ്ട് മനസ്സിനകത്ത് അത് വെച്ച് മരിക്കും കൊല്ലുമെന്നുള്ള നിശ്ചയം കൃത്യമായിട്ട് അറിയാം. പക്ഷെ അതിനെക്കാട്ടിലും അറിയാം, എന്റെ കർത്താവിനെ എന്റെ മുമ്പിൽ നിർത്തിയിരിക്കുന്നു. ഒരു മരണം ഉണ്ടെങ്കിലോ, ഞാൻ മരണം മുന്നിൽ കാണുന്നുണ്ടെങ്കിലും അതെനിക്ക് വിഷയമില്ല. യേശുവിന്റെ നാമത്തിൽ മരിക്കുന്നത് എനിക്ക് നല്ലതാണ്. എന്റെ മരണം എങ്ങനെയായിരിക്കണം? യേശുവിന്റെ നാമത്തിലാണ്. യേശുവിന് വേണ്ടി മരിച്ചു കഴിഞ്ഞാൽ എനിക്ക് സ്വർഗത്തിലോട്ട് പോകാം. ഹല്ലേലൂയ. മനസ്സിലാവുന്നവർക്കായി സ്തോത്രം. ഹല്ലേലൂയ. മരിച്ചാൽ യേശുവിന്റെ നാമത്തിൽ മരിച്ചാൽ, ജീവിക്കണമെങ്കിൽ യേശുവിന്റെ നാമത്തിൽ ജീവിക്കണം. ഹല്ലേലൂയ. നമ്മൾ തിന്നാലും കുടിക്കണമെല്ലാം യേശുവിന്റെ നാമത്തിലായിരിക്കണമെന്ന് പത്രോസിന് നല്ലൊരു ഉറപ്പുണ്ട്. പത്രോസിന് നല്ലപോലെ അറിയാം. കാരണം എന്താണ്? ഞാൻ ചെയ്യുന്ന വേല സാധാരണക്കാരന്റെ വേലയല്ല, സ്വർഗത്തിന്റെ വേലയാണ്. സ്വർഗത്തിന്റെ അപ്പന്റെ വേലയാണ്. എന്നെ രക്ഷിക്കുവാൻ എന്റെ ദൈവത്തിന് അറിയാം. നിങ്ങളെ രക്ഷിക്കാൻ ദൈവത്തെ നല്ലപോലെ അറിയാം. നിങ്ങളെ രക്ഷിക്കുവാൻ ആർക്കറിയാം? ദൈവത്തിന്. നിങ്ങൾ പ്രതിസന്ധിയുടെ കടന്നു പോകുമ്പോ, വേദനയുടെ നടുവിൽ കടന്നു പോകുമ്പോ, നിങ്ങൾ ഇപ്പോൾ തീരാത്ത വേദനയുടെ നടുവിൽ കടന്നു പോകുമ്പോ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളെ രക്ഷിക്കുവാൻ ആർക്ക് കഴിയും? യേശുവിന് കഴിയും. നിങ്ങളൊരു ദൈവ പ്രവൃത്തിക്ക് വേണ്ടി താഴ്ത്തി കൊടുക്കണം. ഒരു ദൈവ പ്രവൃത്തി, വിടുതൽ കാണാൻ വേണ്ടി, ഒരു അത്ഭുതം കാണാൻ വേണ്ടി, ഹല്ലേലൂയ, പൂർണ്ണമായിട്ട് ഹല്ലേലൂയ, ഇന്ന് കൊല്ലണമെങ്കിൽ കൊല്ലട്ടെ. ഇത് പറയണം. എന്നെ കൊല്ലണമെങ്കിൽ കൊല്ലട്ടെ. പക്ഷേ എന്റെ യേശു അറിയാതെ, എന്റെ അപ്പൻ അറിയാതെ ഒന്നും സംഭവിക്കത്തില്ല എന്ന് നല്ലപോലെ നീ മനസ്സിലാക്കണം. ഈ പറയുമ്പോ ഹൃദയത്തിനകത്ത് നല്ല ഉറപ്പും ധൈര്യവും ആർക്കുണ്ടായിരുന്നു? പത്രോസിന് ഉള്ളത് കൊണ്ടാണ് പത്രോസ് സുഖമായിട്ട് കിടന്ന് ഉറങ്ങിയത്. ഹല്ലേലൂയ. പക്ഷെ പത്രോസ് സുഖമായിട്ട് ഉറങ്ങിയാലും പക്ഷേ പത്രോസിന്റെ സഭ ഉണർന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. നിനക്കൊരു സഭയുണ്ടെങ്കിൽ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഒരു സഭയുണ്ടെങ്കിൽ നിനക്ക് വേണ്ടി ഉണർന്ന് പ്രാർത്ഥിക്കുക. പത്രോസ്, നീ ഉറങ്ങുന്നുണ്ടെങ്കിലും നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സഭയുണ്ട്. കരമടിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വർഷം 11 വർഷം വരെ നടത്തിയ നിനക്ക് വേണ്ടി എന്തുണ്ടായിരിക്കണം? ഒരു സഭയുണ്ടായിരിക്കണം. ഉണർന്ന ഒരു കാരാഗ്രഹത്തിന് നടുവിൽ പോയ സമയത്തും സഭ ഉണർന്ന് ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുമ്പോ ഒരു പ്രതികൂലത്തിന്റെ നടുവിൽ കടന്നുപോയാലും സഭയുടെ പ്രാർത്ഥന വളരെ അത്യാവശ്യമാണ്. എന്നാൽ ഇതില് 7-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ വായിച്ചോ. 7. പെട്ടെന്ന് കർത്താവിന്റെ ദൂതൻ അവിടെ പ്രത്യക്ഷനായി അറയിൽ ഒരു വെളിച്ചം പ്രകാശിച്ചു. പ്രൈസ് ദി ലോർഡ്. അർദ്ധരാത്രിയുടെ സമയം പെട്ടെന്ന് കർത്താവിന്റെ ദൂതൻ അവിടെ പ്രത്യക്ഷനാവുകയാണ്. സുഖമായിട്ട് ഉറങ്ങുന്ന ടൈമിൽ നീ വിചാരിക്കുന്ന അപ്പുറമായി പെട്ടെന്നൊരു ദൈവപ്രവൃത്തി സംഭവിക്കാൻ പോകുകയാണ്. പെട്ടെന്ന് ഇന്ന് നിന്റെ വിഷയത്തിന് മേൽ പെട്ടെന്ന് ഒരു ദൈവ പ്രവൃത്തി നിന്റെ ഭവനത്തിനകത്ത് ഏത് കാരാഗ്രഹത്തിൽ കിടക്കുന്ന അവസ്ഥയിലോ അതിനകത്ത് ഒരു ദൈവ പ്രവൃത്തി സംഭവിക്കാൻ പോകുകയാണ്. ഓ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവം വരുന്നത് പെട്ടെന്ന് ഒരു ദൈവ പ്രവൃത്തി വെളിപ്പെടാൻ പോകുന്നത് പെട്ടെന്നായിരിക്കും.
നിങ്ങളെ 11 വർഷത്തെ കഷ്ടത മാറുവാൻ ദൈവത്തിന് 1 സെക്കൻഡ് മതി. 11 വർഷത്തെ കഷ്ടത മാറുവാൻ, അല്ലെങ്കിൽ 25 കൊല്ലത്തിന്റെ, അല്ലെ 50 കൊല്ലം, അല്ലെ 60 കൊല്ലം, അല്ലെ 70 കൊല്ലം, അതെല്ലാം മാറുവാൻ ദൈവത്തിന് 1 സെക്കൻഡ് മതി. ഒരു ഞൊടി എടുക്കുന്ന ദൈവത്തെ നിങ്ങളുടെ പ്രശ്നത്തെ രണ്ടായിട്ട് കീറി മുറിക്കാൻ പോവുകയാണ്. ഇന്ന് ചില വിഷയത്തിന്റെ മേൽ നീ കാത്തിരിക്കുന്ന നിന്റെ വിഷയത്തിന്റെ മേൽ ഇന്ന് പറയുന്നു, ദൈവം ഒരു അത്ഭുതം ചെയ്യാൻ പോവുകയാണ്. ഒരു അത്ഭുതം ചെയ്യാൻ പോവുകയാണ്. ദൈവ പൈതലേ, നിനക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യുന്ന യേശു നിനക്ക് വേണ്ടി ഉണ്ട്. നീ ഒറ്റയ്ക്കല്ല, നിന്റെ കൂടെ ഒരു യേശു ഉണ്ടെന്ന് സമ്മതിച്ചുകൊട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പെട്ടെന്ന് കർത്താവിന്റെ ദൂതൻ അവിടെ പ്രത്യക്ഷനായി. അറയിൽ വെളിച്ചം പ്രകാശിച്ചു. അവൻ പത്രോസിന്റെ വിലാപ്പുറത്ത് തട്ടി, വേഗം എഴുന്നേൽക്ക, ദൈവത്തിന്റെ കരം ഇന്ന് പത്രോസിന്റെ മേൽ വന്നതുപോലെ നിങ്ങളുടെ മേൽ ചില കരങ്ങൾ വന്ന് വീഴാൻ പോവുകയാണ്. ചില കരങ്ങൾ അത് ഏത് ടൈമിൽ സംഭവിക്കാം. ഒരു പെട്ടെന്ന് ബന്ധിക്കപ്പെട്ടവന് കാരാഗ്രഹത്തിനകത്ത് ബന്ധിക്കപ്പെട്ടവന് തകർക്കപ്പെട്ടവന് ചങ്ങലയിൽ ബന്ധിക്കപ്പെട്ടവന്റെ മേൽ ഒരു സ്വർഗത്തിന്റെ കരം വരുന്നുണ്ട്. Praise the Lord. Hallelujah, 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 hallelujah. Amen. വന്നിട്ട് പത്രോസിന്റെ വിലാപ്പുറത്ത് വിലാപ്പുറത്തിന്റെ ബാക്ക് തട്ടി, എന്നിട്ട് പറയൂ, വേഗം എഴുന്നേൽക്ക എന്ന് പറഞ്ഞു. അവനെ ഉണർത്തി. ഉടനെ അവന്റെ ചങ്ങല കൈമേൽ നിന്ന് വീണുപോയി. ദൈവം തൊടുന്ന സമയത്തിന്റെ പ്രതികൂലം തകർന്നു വീഴും. പിടിച്ചെടു. ഇത് പറയുമ്പോൾ ദൈവ സാന്നിധ്യം നിന്റെ മേൽ വരുമ്പോൾ നിങ്ങളുടെ ജീവിതങ്ങൾ ചങ്ങലയിൽ ബന്ധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദൈവം തൊടുമ്പോ നിന്റെ വിലാപ്പുറത്ത് തൊടുമ്പോ ചങ്ങല ഇവിടെ നിന്ന് അഴിച്ചില്ല, അല്ലേ? ഇവിടെ താക്കോലും പൂട്ടൊക്കെ ആരിലുണ്ട്, എല്ലാം സൂക്ഷിക്കേണ്ടതല്ല. പക്ഷെ ദൂതൻ വന്ന് തൊട്ടാ മതി ചങ്ങല തകരാൻ. ഇവിടെ താക്കോലൊന്നും വേണ്ട, ഒന്ന് തുറന്ന് താക്കോലെടുത്ത് തുറക്കണ്ട. ഇത് മനസ്സിലാക്ക്. ദൈവ സാന്നിധ്യം വന്നു കഴിഞ്ഞാ താക്കോലെടുത്ത് തുറക്കണ്ട, ഒന്ന് തൊട്ടാ മതി, നിന്റെ പ്രശ്നം അതോടെ മാറുക. ഇന്ന് പറ, എന്റെ പ്രാർത്ഥനയ്ക്ക് ഒന്ന് ദൈവം തൊട്ടാ മതി, ഒന്ന് തൊട്ടാ മതി. ആത്മഭാരത്തോടെ ഒരു വിടുതലെടുത്തട്ടെ. ചങ്ങല തകരുകയാണ്. നിന്റെ മേൽ കിടക്കുന്ന ചങ്ങല തകരുകയാണ്. ആത്മാവിൽ പിടിച്ചോ. പിടിച്ചത്. നിന്റെ മേൽ കിടക്കുന്ന, നിന്നെ ബന്ധിക്കുന്ന, നിന്നെ തകർക്കുന്ന, നിന്റെ മരണത്തിന്റെ മേലിടുന്ന ചങ്ങലകളെ യേശുവിന്റെ അധികാരത്തോടെ ഞാൻ ഈ സഭയിൽ പൊട്ടിക്കുക. പത്രോസിനെ തൊട്ടപ്പോ തന്നെ അവനെ ഉണർത്തിയപ്പോ, പക്ഷേ ഉറങ്ങുന്നവരെയും ചങ്ങല ഉണ്ടായിരുന്നു. പക്ഷേ പത്രോസിനെ തൊട്ട് ഉണർത്തിയപ്പോ ചങ്ങലയില്ല. മനസ്സാവുന്നുണ്ടോ? ഹല്ലേലൂയ. ആത്മാവിന് മനസ്സാവുന്നവർ പിടിച്ചെടുത്തോ. ഹല്ലേലൂയ. ഉറങ്ങുന്നവരെ ഈ ചങ്ങല ഉണ്ടായിരുന്നു. ഉറങ്ങിയപ്പോ ചങ്ങലയോടെ ഉറങ്ങിയത്, അല്ലേ? ഉറങ്ങിയപ്പോ ചങ്ങലയോടെ ഉറങ്ങിയത്. പക്ഷെ ഉണർത്തിയപ്പോ ചങ്ങലയില്ല. ഹല്ലേലൂയ. ഇത് മനസ്സിലാവുന്നവർക്കായി സ്തോത്രം. ഈ മർമ്മം വെളിപ്പെടുന്നവർക്കായി സ്തോത്രം. ഉറങ്ങുന്നവരെ പ്രതികൂലമുണ്ടായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? ഉറങ്ങുന്നവരെയും നിനക്ക് പ്രതികൂലമുണ്ട്. പക്ഷെ ഉറങ്ങി എഴുന്നേറ്റപ്പോ പ്രതികൂലമില്ല. അത് ഉറങ്ങി എഴുന്നേറ്റപ്പോൾ പ്രതികൂലമില്ല. യെസ്, അതാ ചങ്ങല താഴെ വീണു. അവിടെ ചങ്ങല ഇങ്ങനെ പൂട്ട് തുറന്ന് ഇങ്ങനെ പൂട്ട് തുറന്ന് ചങ്ങല ഊരിയെന്നൊരു വാക്ക് എഴുതിയിട്ടില്ല. നിന്റെ പ്രശ്നം മാറുവാൻ ദൈവം ഒന്ന് തൊട്ടാ മതി.
ഇത് മനസ്സിലാവുന്നവർക്കായി സ്തോത്രം. ഇന്ന് നിന്റെ പ്രശ്നം ഒന്ന് മാറുവാൻ പൂട്ട് അവക്കണ്ട, ചങ്ങല അവക്കണ്ട, ഒന്ന് തൊട്ടാ മതി നിന്റെ പ്രശ്നം തീരുവാൻ. ഇത് ചെറിയ പ്രശ്നമല്ല, മനസ്സിലാവുന്നുണ്ടോ? ഇത് ചെറിയ സഭയുടെ ചെറിയൊരു പ്രശ്നമല്ല, വലിയൊരു പ്രശ്നമാണ്. പക്ഷെ സഭയ്ക്ക് വലിയ പ്രശ്നമാണ്, പക്ഷെ ദൈവത്തിന് ചെറിയ കാര്യം. സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുന്നു. പത്രോസിന് വേണ്ടി സഭ വലുതായിട്ട് എടുത്തപ്പോ ദൈവം നിസ്സാരമായി ചില കാര്യങ്ങൾ അവിടെ ചെന്ന് ആ പൂട്ട് പൊട്ടിയിട്ടുണ്ട്, താക്കോലൊന്നു കാര്യം അവിടെ അവിടെ കാവൽക്കാരുണ്ട്, സൂക്ഷിക്കുന്ന ഉത്തരവാദിത്തമുണ്ട്. അവിടെ ചെന്ന് താക്കോലൊന്നും അടിച്ചു മാറ്റിയിട്ടില്ല, താക്കോലൊന്നും അടിച്ചു മാറ്റിയിട്ടൊന്നുമില്ല. പക്ഷെ ഒറിജിൻ താക്കോൽ നിന്റെ ആണെങ്കിലും അത് നിന്റെ ഇരിക്കുന്നത് ഒറിജിനൽ അല്ല, ഡ്യൂപ്ലിക്കേറ്റാ. ഓ ഹല്ലേലൂയ. നിന്റെ ഇരിക്കുന്നത് പലരും പറയും പാഷേ ഇത് ഒറിജിനലാണ്. ഒറിജിനൽ അല്ല, അതിന്റെ ഡ്യൂപ്ലിക്കേറ്റാ. പക്ഷെ അതിന്റെ ഒറിജിൻ ഇരിക്കുന്ന അപ്പന്റെ കയ്യിലാ. ഓ, നിന്റെയും എന്റെയും പൂട്ടേണ്ട താക്കോല് ആരുണ്ട്? അപ്പന്റെ കയ്യില. അതുകൊണ്ട് എന്നെയും നിന്നെയും പൂട്ട ആർക്കും പറ്റൂല. ഇന്ന് ദൈവത്തെ ആത്മാവിന് സത്യത്തിലും ആരാധിക്കുന്ന ഒരു ദൈവ പൈതലെ നീ യേശുവിന് വേണ്ടി ഇറങ്ങി നോക്ക്. നീ യേശുവിന് വേണ്ടി നീ ഇറങ്ങി നോക്ക്. പക്ഷെ ഇപ്പം വിചാരിക്കും നിന്നെ ഇപ്പം പൂട്ടി ഇവിടെ കെട്ടി എല്ലാം കൂടെ കട്ടേമട മടക്കി നിന്നെ പറഞ്ഞയക്കുമെന്ന്. പക്ഷെ പറയൽ അവസരം കിട്ടും, പ്രവർത്തിക്കേണ്ട അവസരം ദൈവമാ. പലവർക്ക് പറയുവാൻ പറ്റും, പറഞ്ഞും കൊണ്ട് നടക്കാൻ കൊള്ളാം അല്ലേ? ഇതൊക്കെ പറഞ്ഞു നടക്കാനും കേൾക്കാനൊക്കെ കൊള്ളാം. ഇപ്പൊ 2 തരും അല്ലേ? ഇപ്പൊ ഞാൻ പിടിച്ചേക്ക് 2 കൊടുക്കായിരുന്നു. ഇതൊക്കെ പറയാനും കേൾക്കാനൊക്കെ നല്ല സുഖമുണ്ട്. പക്ഷെ ഞാൻ പറയട്ടെ, നീ പറയുമ്പോ ദൈവം അത് പ്രവർത്തിക്കും. നീ പറയുമ്പോ ദൈവം പ്രവർത്തിക്കും. പക്ഷെ നിന്റെ മേൽ കിടക്കുന്ന ചങ്ങലയെ മറക്കരുത്. ഇന്നത്തെ വിഷയം ചങ്ങലയാ. സഭയ്ക്കെതിരെയുള്ള ചങ്ങല ഇന്ന് ദൈവം തകർന്നിരിക്കുന്നു. ഇന്ന് ആരാധന തകർത്തിട്ടുണ്ടെങ്കിൽ ആ വിടുതൽ ദൈവമക്കൾ നിങ്ങളുടെ വിടുതലാണ്. ദൈവം അത് പൊട്ടിച്ചിരിക്കുക. ചങ്ങലയെ തകർക്കുന്ന ഒരേ ഒരു ദൈവത്തിനെ പറ്റൂ, അത് നമ്മുടെ കർത്താവ് യേശുവിന് മാത്രമേ പറ്റൂ. ആർക്കും പ്രവർത്തിക്കാൻ കഴിയാത്ത സ്ഥലത്ത്, ആർക്കും കയറിക്കൂടാൻ പറ്റാത്ത സ്ഥലത്ത് എന്റെ കർത്താവിന് പ്രവർത്തിക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ വിഷയത്തിന്റെ മേൽ ആർക്കും പ്രവർത്തിക്കാൻ പറ്റണില്ല, ഒരു മറുപടി ആർക്കും തരാൻ പറ്റുന്നില്ല. എന്റെ ജീവിതത്തിന് മറുപടി ആരും തരാൻ പറ്റുന്നില്ല. ഇന്ന് പകൽക്കാലം നീ കരയുന്ന അപ്പാ എന്നൊരു വിടുതൽ എനിക്ക് കിട്ടുക, എന്നൊരു മാറ്റം എനിക്ക് വരും അപ്പാ എന്ന് പറഞ്ഞ് കരയുന്നവർക്ക് വേണ്ടി ഇതാ സ്വർഗം നിനക്ക് വേണ്ടി എഴുന്നേൽക്കാൻ പോകുകയാണ്. സ്വർഗത്തിലെ ദൈവം നിനക്ക് വേണ്ടി എഴുന്നേൽക്കാൻ പോകുന്നുണ്ട്. നിനക്ക് വേണ്ടി ദൂതന്മാർ പോയി സഞ്ചരിക്കുന്നുണ്ട്. ഇന്ന് സാധാരണ ദിവസമല്ല ദൈവമക്കളെ. ജീവിതത്തിൽ പത്രോസിന്റെ കയ്യിൽ ചങ്ങലയാണെങ്കിൽ ഇന്ന് മനുഷ്യന്റെ ഹൃദയത്തിനകത്താ ചങ്ങല. പുറമെ പത്രോസിന്റെ കയ്യിൽ ചങ്ങലയാ, പക്ഷേ ഇന്ന് മനുഷ്യമായി നോക്കുന്നുണ്ടെങ്കിൽ മനുഷ്യന്റെ ഹൃദയത്തിനകത്ത് ചങ്ങലകളാണ് അല്ലേ? ഒരിക്കലും ദൈവത്തെ അറിയുവാനോ ആരാധിക്കുവാനോ മുന്നോട്ട് വരാൻ കഴിയാതെ ബന്ധിക്കപ്പെട്ട അനുഭവത്തിൽ കിടക്കുന്നുണ്ടെങ്കിൽ ഇന്ന് ഒരാളെങ്കിലും അതിനകത്ത് പ്രാർത്ഥിക്കാനുണ്ടെങ്കിൽ, ഇന്ന് ഒരു വ്യക്തിയെങ്കിലും ഈ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എഴുന്നേൽക്കുമെങ്കിൽ ഇതിനകത്തൊരു ദൈവപ്രവൃത്തി സംഭവിക്കാൻ പോവുകയാണ്. ഇന്ന് ഒരു വ്യക്തിയെങ്കിലും പറ, എന്റെ അച്ചായനൊന്ന് തൊടപ്പ, എന്റെ അച്ചായനൊന്ന് തൊട്. അച്ചായൻ പറ, ദൈവമേ എന്റെ ദാസനെന്ന് തൊട്. ഇന്ന് പരസ്പരം പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ, ഒരുവന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ഒരു ദൈവ പ്രവൃത്തി ഇന്ന് സംഭവിക്കാൻ പോവുകയാണ്. പ്രാർത്ഥനയ്ക്ക് പവറുണ്ട് ദൈവമക്കളെ. ഇന്ന് പ്രാർത്ഥന ചങ്ങലകൾ വിടുന്നു. നിങ്ങൾ പ്രാർത്ഥന നിസ്സാരമായിട്ട് കാണരുത്. സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, പ്രാർത്ഥനയ്ക്ക് എന്തുണ്ടായിരിക്കണം? ശ്രദ്ധയുണ്ടായിരിക്കണം. പ്രാർത്ഥിക്കാൻ ഏകാഗ്രത ഉണ്ടായിരിക്കണം, പൂർണ്ണ മനസ്സോടായിരിക്കണം, പൂർണ്ണ ആത്മാവിലായിരിക്കണം.
എല്ലാം മറന്ന് ദൈവമേ എന്നുള്ള ഒറ്റ വിളി വിളിക്കുമെങ്കിൽ ഇന്ന് വലിയ അത്ഭുതങ്ങൾ നിങ്ങളുടെ ഭവനത്തിനകത്ത് സംഭവിക്കുന്നുണ്ട്. ദേശത്തിന് മേൽ സംഭവിക്കുന്നു, പട്ടണത്തിന് മേൽ സംഭവിക്കുന്നു, ഈ ഭൂമിമേൽ സംഭവിക്കുന്നുണ്ട്, നിങ്ങളുടെ വിഷയത്തിന്റെ മേൽ സംഭവിക്കുന്നുണ്ട്. ഇന്ന് ഇതിനകത്ത് വന്നിരിക്കുന്ന ഓരോ ദൈവമക്കളോട് പറയുന്നു, ഞാനിത് പ്രവചിച്ച് പറയുന്നു, ഞാൻ നിങ്ങൾ നോക്കി പ്രവചിക്കുന്നുണ്ട്, ദൈവം നിന്റെ സ്ഥിതിയെ മാറ്റാൻ പോകുന്നുണ്ട്. നിന്റെ സ്ഥിതിയെ ദൈവം മാറ്റാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. യെസ്, ചങ്ങല വീണു, ചങ്ങല കയ്യിൽ നിന്നും വീണു പോയി. വീണെന്നല്ല, വീണു പോയി. അപ്പൊ അതുവരെ ഉണ്ടായിരുന്ന ചങ്ങല, അമ്മയെ ഉറങ്ങാൻ കിടന്നവരെ ചങ്ങല ഉണ്ടായിരുന്നു. ഒന്ന് ഉറങ്ങി എഴുന്നേൽക്കുമ്പോ പ്രശ്നങ്ങൾ മാറുന്നുണ്ട്. ഒന്ന് ഉറങ്ങി എഴുക്കുമ്പോ നിന്റെ പ്രശ്ന പാടെ സ്വർഗം മാറ്റുന്നുണ്ട്. കരമടിച്ച് ദൈവത്തിന് ശക്തിയോട് മഹത്വം കൊടുത്തട്ടെ. ആമേൻ, ഹല്ലേലൂയ. ആ സെക്കൻഡിൽ ചങ്ങല വീണാൽ മാത്രമേ അടുത്ത് നിനക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. ചങ്ങല വീണു മാറണം, നിന്റെ ജീവിതത്തിൽ ചങ്ങല മാറണം. എന്തെങ്കിലും മുന്നോട്ട് പോകണമെങ്കിൽ, ഒരു ആത്മീയ ജീവൻ മുന്നോട്ട് പോകണമെങ്കിൽ, ഒന്ന് ഭൗതികത്തിന് മുന്നോട്ട് പോകണമെങ്കിൽ ആദ്യത്തെ വിടുതൽ വരേണ്ടത് അകത്തുള്ള വിടുതൽ നമുക്ക് വരണം. ഇന്ന് പുറമേ വിടുതൽ മാത്രമല്ല, അകത്തും പുറത്ത്. പത്രോസിന് അകത്തും പുറത്ത് ഒരുപോലത്തെ ബന്ധനത്തിന്റെ കെട്ടുകള് ആര് തകർത്തു? ദൂതൻ തകർത്തു. പത്രോസിന്റെ ചങ്ങലഴിച്ച ദൂതൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ദൂതനുണ്ട്. ഇന്ന് പറ, എന്റെ ജീവിതത്തിലോട്ടൊന്ന് വരണം അപ്പാ, എന്റെ കടഭാരത്തിന്റെ ചങ്ങല ഒന്ന് അഴിക്കണം, എന്റെ രോഗത്തിന്റെ ചങ്ങല ഒന്ന് അഴിക്കണം. ആമേ, എന്റെ സാമ്പത്തിക മേഖലയിൽ ഞാൻ അനുഭവിക്കുന്ന കഷ്ടത, ആ ചങ്ങല ഒന്ന് അടിയണം. നിങ്ങൾ അനുഭവിക്കുന്ന വിവിധ പ്രശ്നത്തിന്റെ മേൽ ചങ്ങലകൾ ആരഴിക്കണം? ദൈവം അഴിക്കണം. ഇന്ന് ചങ്ങലമേ ചങ്ങലയായി കിടക്കുന്നുണ്ട്. ചങ്ങലമേ ചങ്ങലയിട്ട് പൂട്ടുന്ന അനുഭവത്തെ ആർക്ക് തകർക്കാൻ പറ്റും? യേശുവിന് പറ്റും, യേശുവിന് പറ്റും. എന്റെ യേശുവിന് മാത്രമേ പറ്റൂ. ചങ്ങലയിട്ടിടുന്ന ആരെയാണ്? ഇന്ന് ചങ്ങലക്കിടുന്ന ഭ്രാന്തന്മാരെയാണ്, അല്ലെ? ഊളംപാറയും ശാസ്താംഗൽ ആശുപത്രിയും ചില പ്രൈവറ്റിലൊക്കെ ഉണ്ട്. ഭ്രാന്തന്മാരെ ചങ്ങലക്കിടും. ചിലവരെ ഭ്രാന്തില്ലെങ്കിൽ ചങ്ങലക്കിടും. പത്രോസിന് ഭ്രാന്തില്ലായിരുന്നു. ആമേ, ഹല്ലേലൂയ. ചങ്ങല കിട്ടുന്ന ലോകം അങ്ങനെയാ. ഭ്രാന്തുള്ളവനാലില്ല, എന്തെങ്കിലും പറഞ്ഞ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ചിലപ്പോ ചങ്ങലക്കിടും. ഹല്ലേലൂയ. ഇന്ന് ഏത് ചങ്ങലക്കകത്തിട്ട് പൂട്ടിയാലോ നിന്നെ ഒരിക്കലും ഒരു ചങ്ങലക്കകത്ത് ഒതുക്കാൻ പറ്റത്തില്ല. പത്രോസേ, നിന്നെ പത്രോസേ, ഒരു ചങ്ങലക്കകത്ത് നിന്നെ ഒതുക്കാൻ പറ്റത്തില്ല. നിന്നെ വിളിച്ചവൻ വിശ്വസ്തനാണ്. ഹല്ലേലൂയ. ചങ്ങലക്കകത്ത് ഇട്ടപ്പോ എല്ലാവരും പറഞ്ഞു, അല്ലേ? എല്ലാവരും പറഞ്ഞു പത്രോസിന്റെ കാര്യം പോക്കാണ്. ചിലർ വിഴമ്പ പറയും, ഇവന്റെ കാര്യം പോക്കാണ്, ഇനി അവ എഴുന്നേറ്റൊന്നും വരില്ല. അല്ലേ? നിങ്ങളെ നോക്കി എത്ര പേര് പറഞ്ഞിട്ടുണ്ട്? നിങ്ങളെ നോക്കി എത്ര പേര് പറഞ്ഞിട്ടുണ്ട് ഇവന്റെ കാര്യം പോക്കാണ്? ഹല്ലേലൂയ. യവ ഇതോടെ തീർന്ന്. ഹല്ലേലൂയ. നിങ്ങളെ നോക്കി എത്ര പേര് പറഞ്ഞിട്ടുണ്ട് ദൈവമക്കളെ? എത്ര പേര് നിങ്ങളെ നോക്കി പറഞ്ഞിട്ടുണ്ട്, ഓ എവളെ കാര്യം പോക്കാണ്? ഹല്ലേലൂയ. ആമേ, ഒരു പരാജയം, ചില പരാജയങ്ങള് നമുക്ക് വന്നാൽ അടുത്ത് വിജയത്തിലേക്ക് കയറുവാനാ. ചില പരാജയത്തിന്റെ തുടക്കം വിജയത്തിന്റെ കുതിപ്പാണ്. ചില പരാജയങ്ങൾ വരുന്നത് നല്ലതാ, അല്ലേ? കൂടുതൽ ദൈവത്തെ അറിയുവാനും, അല്ലേ? പരാജയങ്ങൾ വരുമ്പോ എന്ത് ചെയ്യും? കൂടുതൽ ദൈവത്തെ അറിയുവാനും പ്രാർത്ഥിക്കുവാനും ദൈവം കഴിയും. കൂടുതൽ പ്രശ്നം വരുമ്പോ ദൈവത്തോട് നിലവിളിക്കാൻ കഴിയും. ചില ചങ്ങലകൾ വരുന്നത് ആമേ അതിനകത്ത് തീരുവാനല്ല, ദൈവം പുറത്തു കൊണ്ടുവരാനാണ്. ആമേ, ചങ്ങലകൾ ആമേ കയ്യിൽ നിന്നും വീണുപോയി. എന്നാൽ ഈ ചങ്ങല വീണ സമയത്ത് അടുത്ത ദൂതൻ പറയുകയാണ്, ആമേ പത്രോസേ, നീ അര കെട്ട്, ചെരുപ്പിട്, മുറുക്ക് എന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്തു. ദൂതൻ അടുത്ത് പറഞ്ഞത്, നീ എന്ത് ചെയ്യണം? അര കെട്ടണം. അര. ഉറങ്ങി കഴിക്കുമ്പോ അരയൊക്കെ നല്ല സ്ട്രോങ് ആയി കെട്ടിയിരിക്കണം. അല്ല ചാടി കഴിച്ച പട്ടി കുരയ്ക്കണം പറഞ്ഞ് ചാടി പോകരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മനസ്സിലാവുന്ന ഒരു കാര്യം സ്തോത്രം. ആമേ, ഹല്ലേലൂയ. ഉറങ്ങി എഴിച്ച് നമ്മൾ പെട്ടെന്നൊരു ശബ്ദം കേൾക്കുമ്പോ
അല്ലെ പെട്ടെന്ന് രാത്രി അർദ്ധരാത്രി ശബ്ദം വരുമ്പോൾ ഇവിടെ എന്തെങ്കിലും നോക്കണ ആരോന്ന് വിളിക്കുമ്പോൾ ചാടി എഴിച്ച് ഒന്നും പോകരുത്. പത്രോസ് നേരെ പറഞ്ഞു, പോകണമെങ്കിൽ നീ അന്തസ്സായിട്ട് തന്നെ പോകണം. പുറത്ത് കൊണ്ടുവരുമ്പോൾ നല്ല അന്തസ്സായിട്ട് തന്നെ വരണം. ഒന്ന് കെട്ടണം, പിന്നെ ചെരുപ്പൊന്ന് ഇടണം. പത്രോസ് ചെരുപ്പ് ഉണ്ടായിരുന്നു, ചെരുപ്പിട്ടു. എന്നിട്ട് മുറുക്കുക, ഇതെല്ലാം മുറുക്കണം, ഊരിപ്പോകരുത്, സ്ട്രോങ് ആക്കണം എന്ന് പറഞ്ഞിട്ട് അവൻ അങ്ങനെ ചെയ്തു. ദൂതൻ പറഞ്ഞതുപോലെ പത്രോസ് ചെയ്തു. എന്നിട്ട് പറഞ്ഞു, നിന്റെ വസ്ത്രം എടുത്ത് പുതയ്ക്കണം. നിന്റെ വസ്ത്രമുണ്ടല്ലോ അത് നീ എടുത്ത് പുതച്ച് എന്റെ പിന്നാലെ വരിക. ഈ വസ്ത്രം പുതച്ചുകൊണ്ട് വരുമ്പോ പിന്നാലെ വരിക എന്ന് പറഞ്ഞപ്പോ പത്രോസ് അനുസരിച്ച്. ഈ സ്നാനപ്പെട്ട് കയറുമ്പോ വസ്ത്രം പുതച്ചുകൊണ്ട് പിന്നാലെ വരുമല്ലേ? എനിക്കതാ ഓർമ്മ വരുന്നത്. സ്നാനം കഴിഞ്ഞ് ചിലര് വസ്ത്രം പുതച്ച്, പത്രോസിനെ പോലെ അതുവരെ കെട്ടപ്പെട്ടിരുന്നു. വെള്ളത്തിൽ മുക്കിയൊന്ന് എടുത്ത് സ്നാനപ്പെട്ട് കയറുമ്പോഴാ ചങ്ങലകളെല്ലാം അഴിഞ്ഞു പോണത്. ചില വെള്ളമൊക്കെ ചിലപ്പോ ചങ്ങല അഴിയാനാ. ഹല്ലേലൂയ. അത് വെള്ളത്തിൽ ഇറങ്ങിയാലേ ചങ്ങല അഴിയൂ. ആമേ ഹല്ലേലൂയ. ചില ചങ്ങല അഴിയണമെങ്കിൽ വെള്ളത്തിൽ ഇറങ്ങണം. ആമേ ഹല്ലേലൂയ. ചിലത് അത് അഴിയുവാനാ. അപ്പോ പുതപ്പും പത്രവും വന്നിച്ചാൽ നിന്റെ വസ്ത്രം പുതച്ചുകൊണ്ട് എന്റെ പിന്നാലെ വരിക എന്ന് പറഞ്ഞു. അവൻ പിന്നാലെ ചെന്നു. ദൂതൻ മുഖാന്തരം സംഭവിച്ച വാസ്തവം അറിയാതെ താൻ ഒരു ദർശനം കാണുന്നു എന്ന് നിരൂപിച്ചു. എന്നാൽ പത്രോസിന്റെ മനസ്സിനകത്ത് ഇപ്പോഴൊരു ബോധ്യം വന്നില്ല. ഞാനൊരു ദർശനം കാണുന്നു, ഒരു സ്വപ്നം കാണുന്നുണ്ട്, അല്ല ദർശനം കാണുക നിരൂപിച്ചു. അവൻ ഒന്നാം കവാലവും രണ്ടാമത്തതും കടന്നു പട്ടണത്തിൽ ചെല്ലുന്ന ഇരുമ്പ് വാതിക്കൽ എത്തി. അത് അവർക്ക് സ്വതവേ തുറന്നു. ശ്രദ്ധിച്ചോ, പിടിച്ചോ. അടുത്തൊരു ദൂത് വരാൻ പറയാൻ ദൈവസഭയോട് ഒരു ദൂത് പറയുവാൻ പ്രാർത്ഥിച്ചോണ്ടിരി. ചിലപ്പോൾ ദൈവാത്മാവ് നിങ്ങൾക്കായിരിക്കും, അല്ല ഇതിനകത്ത് ചാനലിനായിരിക്കും. ഒരു ദൂത് ഇതിനകത്ത് വരാൻ പോകുകയാണ്. അവൻ ഒന്നാം കവാടവും രണ്ടാമത്തതും കടന്നു. ആരുതല്ല, ഇതെല്ലാം അടുത്ത പട്ടണത്തിൽ ചെന്നു. എന്നാൽ ഇരുമ്പ് വാതിൽ ഉണ്ടായിരുന്നു. എല്ലാ ഇരുമ്പ് വാതിൽ സ്ട്രോങ് ആണ്. കവാടം എന്ന് പറയുന്നത് സ്ട്രോങ് ആണ്, സാധാരണ ഡോറൊന്നുമല്ല. ചില ഡോറൊക്കെ കണ്ടു കഴിഞ്ഞാൽ 5 പേര് പോലും, ചില 10 പേര് പോലും പിടിച്ചാൽ നമുക്ക് തുറക്കാം. ചില ലോക്കർ കണ്ടിട്ടുണ്ടോ? ലോക്കർ എന്തിനും ഒന്നല്ല, 1, 2 കാണും ലോക്കറുകള് എന്ന് പറഞ്ഞ പോലെ ഇരുമ്പ് ലോക്കറുകള്. ആരും തുറന്നില്ല. ദൂതൻ നിന്ന് കഴിയുമ്പോ പത്രോസും ദൂതനും ഒരുമിച്ച് നിൽക്കുമ്പോ സ്വതവേ തുറക്കാൻ പോകുകയാണ്. നിന്റെ മുമ്പ് ചില വാതിലുകള് ഇതാ വിളിച്ചു പറയുന്നു. 2025 പരിശുദ്ധാൽ പറയുന്നു, നിനക്ക് വേണ്ടി ചില ഡോറുകൾ തുറക്കുന്നുണ്ട്. പിടിച്ചത് ദൈവസഭ. ഒരിക്കലും തുറക്കത്തില്ല, ഒരിക്കലും കിട്ടത്തില്ല, ഒരിക്കലും പ്രാപിക്കത്തില്ല, ഒരിക്കലും രക്ഷപ്പെടില്ല എന്ന് പറയുന്നവരോട് ഇന്ന് പരിശുദ്ധാത്മാവ് ഒരു ദൂത് കൈമാറാൻ പോകുകയാണ്. ഈ 11 വർഷം തികയുന്ന ഈ നല്ല സുദിനത്തിൽ ദൈവസഭയോട് പറയുന്നു, നീ ഒരിക്കലും രക്ഷപ്പെടില്ല എന്ന് നിന്നെ വിധിച്ചവരുടെ മുമ്പില് നിനക്ക് വേണ്ടി സ്വർഗത്തിന്റെ കവാടം ഇതാ സ്വതവേ തുറക്കുന്നുണ്ട്. ഓ ഹല്ലേലൂയ, 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 പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവം പ്രവർത്തിക്കുന്നത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്തത്, ഒരു ചെവി കേൾക്കാത്ത കാര്യമാണ് ദൈവം ചെയ്യുന്നത്. ദൈവം നിന്നെ സഹായിക്കുവാൻ ദൈവം യാതൊരു രൂപത്തിലും വരും. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങളെ രക്ഷിക്കുവാൻ, നിങ്ങൾ ഏത് അവസ്ഥയിൽ കിടന്നുള്ളത് ദൈവം നിങ്ങളെ രക്ഷിക്കുക. ചിലപ്പോ ഏത് രൂപത്തിലോ ഏത് ഭാവത്തിലോ വരും. അതുകൊണ്ട് ദൈവത്തിന്റെ പ്രവൃത്തിയെ തടയുവാൻ ഈ ഭൂമിയിൽ ആർക്കും കഴിയത്തില്ല. ഇത് പറഞ്ഞ് ചിലരുടെ വിശ്വാസം ഒന്ന് വർദ്ധിക്കുവാനാ. നിങ്ങളെ സഹായിക്കാൻ ലോകത്ത് ആരും കാണൂല. ഇന്നത് പറയുമ്പോ ചിലർ നോക്കുമ്പോ മുകളിലോട്ട് നോക്കിയ ആകാശവും താഴെ നോക്കിയ ഭൂമിയും. ബന്ധുക്കൾ എല്ലാവരുടെ കയ്യിലും ഉണ്ട്. ഒരു 10 പൈസ തരത്തില്ല, ഉണ്ടെങ്കിലും തരത്തില്ല. ഉണ്ടെങ്കിലും വാങ്ങാതിരിക്കണം ഏറ്റവും നല്ലത്. ഞാൻ പഠിക്കുന്നത് ഉണ്ടെങ്കിലും വാങ്ങാതിരിക്കണം നല്ലത്. നമ്മുടെ പ്രതീക്ഷയല്ല യേശുവിലായിരിക്കണമെന്നേ. നമ്മുടെ പ്രതീക്ഷ യേശുവിൽ വെക്കുമെങ്കിൽ, ഇസ്രായേൽ ജനത്തിന് മേൽ ഇസ്രായേലിന്റെ സമയത്ത് നേരം വെളുത്തപ്പോ കാടപ്പക്ഷിയും മന്നയും പുറത്തു കൊടുത്ത ദൈവം നമ്മുടെ ദൈവം. നിങ്ങൾ ഉറക്കം ഉണരുമ്പോൾ നിങ്ങൾ മന്നയും കാടയും തിന്നും. ഇത്രയും അനുഭവം കേട്ടിട്ട് പോലും നിങ്ങളുടെ വിഷയത്തിന് എന്താ മറുപടി വരാത്തെ?
ഈ അത്ഭുതത്തിന്റെ സാക്ഷ്യം നിങ്ങൾ കേട്ടിട്ട് ദൈവ പൈതലെ, ഇത് കേട്ടപ്പോ ദൈവം നേരിട്ടാണ് ഇറങ്ങി വരാമെങ്കിൽ എന്റെ ദൈവത്തിന് നേരിട്ട് ഇറങ്ങി വരേണ്ടി വന്നാൽ ദൈവം വരും. നിന്റെ അടുക്കൽ നിങ്ങളെ സഹായിക്കുവാൻ എന്റെ യേശു അപ്പന് നേരിട്ട് വരേണ്ടി വന്നാൽ വരും. അതിന് ഒരു സംശയമില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് ആള് ചിലപ്പോൾ തിരിയാൻ പറ്റത്തില്ല, പല രൂപത്തിലായിരിക്കാം. പക്ഷേ ദൈവം വരേണ്ട സമയത്ത് വന്നിരിക്കും. അതുകൊണ്ട് ഹല്ലേലൂയ, ദൈവ പ്രവൃത്തി നിന്റെ മേൽ വെളിപ്പെടുന്ന സമയം, ആ സമയം നമ്മൾ എന്തിനുമോ ഒരു ദർശനം കാണും പോലെ ആയിരിക്കും. അത്ഭുതം നടക്കുമ്പോ പത്രോസിന് ഒരു ദർശനം കാണും പോലെ ആയിരിക്കും. 1-ാം കവാടവും 2-ാം കവാടവും കടന്ന് പട്ടണത്തിൽ ചെന്നപ്പോ ഇരുമ്പ് വാതിൽ എത്തി, അത് അവർക്ക് സ്വതവേ തുറന്നു. ബാക്കിയെല്ലാം ആമേ ആമേൻ ആമേ മറ്റുള്ള വാതിലുകൾ തുറന്നു കിടന്നപ്പോ അതാ ഈ ഇരുമ്പ് വാതിൽ സ്വതവേ തുറക്കണമെങ്കിൽ ഈ മറ്റുള്ള വാതിലൊക്കെ തുറന്നു കിടന്നാണ്. മനസ്സിലാവുന്നുണ്ടോ? ആമേ 1-ഉം 2-ഉം കവാടങ്ങൾ ആമേ തുറന്നില്ല, അവർ എത്തുന്നുമ്പേ തുറന്നു കിടന്നു. അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങൾ അങ്ങനെയാണ് വിചാരിക്കുന്നത് എനിക്കറിയില്ല, അല്ലേ? അവിടെ അവിടെ തുറന്നിട്ടതല്ല, ഓപ്പണായി കിടന്നു. എന്നുവെച്ചാൽ ദൈവ പ്രവൃത്തി വരുമ്പോൾ അറിയാതെ ഓട്ടോമാറ്റിക്കായിട്ട് തുറന്നു പോയി. പക്ഷെ ഇരുമ്പ് വാതിലുണ്ട്. ഇരുമ്പ് വാതിലിന്റെ അടുത്ത് നിന്നപ്പോ സഭനെ ആര് തുറക്കാതെ നിനക്ക് വേണ്ടി തുറന്നൊരു കവാടമുണ്ട്, മറക്കരുത്. അത് അസാധ്യമായിരിക്കുന്ന പാറ പോലത്തെ വിഷയത്തെ ഇരുമ്പോട് തകർക്കുന്ന ഒരു ദൈവ പ്രവൃത്തി സംഭവിക്കുന്നുണ്ട്. സ്വതവേ ആരും പറയാതെ നിനക്ക് വേണ്ടി ഒരു ദൈവ പ്രവൃത്തി സംഭവിക്കുന്നുണ്ട്. ഒരു പ്രവൃത്തി സംഭവിക്കുന്നുണ്ട്. ആരും പറയാതെ നിനക്ക് വേണ്ടി സ്വതവേ തുറന്നു വരുന്ന വാതിലുകള്, ചില രാജ്യത്തിന്റെ വാതിലുകൾ, നിനക്ക് വേണ്ടി രാജ്യത്തിന്റെ വാതിലുകൾ, അനുഗ്രഹത്തിന്റെ വാതിലുകൾ, ചില നന്മയുടെ വാതിലുകൾ, നിനക്ക് വേണ്ടി സാമ്പത്തികത്തിന്റെ വാതിലുകൾ ദൈവം നിനക്ക് വേണ്ടി ഈ മാസത്തിന്റെ മേൽ അത് സംഭവിക്കുന്നുണ്ട്. വരുന്ന ദിവസങ്ങളിൽ ദൈവസഭയോട് ഞാൻ പറയട്ടെ, ഈ വരുന്ന 5-ാം മാസം കഴിഞ്ഞ് 6-ാം മാസത്തിൽ ഭയങ്കര ദൈവ പ്രവൃത്തിയായിരിക്കും. 5-ാം മാസത്തിന്റെ അനുഗ്രഹത്തിന്റെ നമ്മൾ പ്രാർത്ഥിച്ച് ഒരുങ്ങുക. 6-ാം മാസത്തിൽ ഈ മാസം അനുഗ്രഹമുണ്ട്, ഇല്ല എല്ലാ ദിവസവും അനുഗ്രഹമുണ്ട്. പക്ഷേ ചില വാതിൽ നിനക്ക് സ്വതവേ തുറക്കാൻ പോവുകയാണ്. 6-ാം മാസത്തിൽ സ്വതവേ ദൈവം നിനക്ക് വേണ്ടി തുറന്നിടാൻ പോവുകയാണ്. അത് പിടിച്ചെടുത്ത ധൈര്യത്തോടെ ദൈവം നിങ്ങൾക്ക് വേണ്ടിയുള്ള വഴികൾ തുറക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. ദൈവമക്കളെ, പൗദ്യത്തിന്റെ മാറി ആത്മീയ ജീവിതങ്ങളെ പുതുക്കി ഈ ലോകത്ത് ജീവിക്കുമ്പോ ശത്രു എത്ര കെട്ടുകെട്ടിയാലും നീ ദൈവത്തിന്റെ കരങ്ങളിലാണെങ്കിൽ സകല കെട്ടുകളെ തകർക്കുവാൻ, ശിംശാന്റെ മേൽ കെട്ടിയ പുതിയ കെട്ട് കെട്ടിയാലും ദൈവം തകർത്തതുപോലെ നിന്നെ ഒരു കെട്ടിനും ഒരു ചങ്ങലയ്ക്കും നിന്നെ ഒതുക്കാൻ പറ്റത്തില്ല എന്ന് ആത്മാവിന് വീണ്ടും ഞാൻ ആവർത്തിച്ച് പറയുക. ഒരു ശത്രുവിനും നിന്നെ കെട്ടാൻ പറ്റത്തില്ല. കാര്യം എന്താണ്? നീ ദൈവത്തിന്റെ മകളാണ്, മകനാണ്, ഞാൻ ദൈവത്തിന്റെ മോനാണ് എന്നായത് കൊണ്ട് ആ ഒറ്റ ക്വാളിറ്റിയില്ല, അല്ലേ? ഞാൻ ദൈവത്തിന്റെ മകനാണ്, മകളാണ്. അതുകൊണ്ടാണ് നീ ദൈവത്തിന് ഇഷ്ടം ചെയ്യാൻ ഇറങ്ങിയത് കൊണ്ടാ നിനക്കെതിരായിട്ട് കെട്ട് വന്നത്. ദൈവത്തിന് ഇഷ്ടം ചെയ്യുന്നവർക്ക് കെട്ടുകൂടും. ദൈവത്തിന് ഇഷ്ടം ചെയ്യാത്തവർക്ക് ഒരു പ്രശ്നവും ഇല്ല. അവരെല്ലാം ഒരുമിച്ച് അടക്കി കൂട്ടിയെടുത്ത് ഒരുമിച്ച് തോളിട്ടുകൊണ്ടുപോകും പിശാചി. ഹല്ലേലൂയ. എന്നാൽ ഞങ്ങളാണെങ്കിൽ ഓരോ കെട്ടിടുന്നതനുസരിച്ച് പൊട്ടിക്കും, വീണ്ടും കെട്ടും, പൊട്ടിക്കും കെട്ടും. അവസാനം ദൈവ ശത്രുവിൻ എന്ത് ചെയ്യും? ഒറ്റ പിടി പിടിച്ച് നിലത്തിട്ട് ടിപ്പോ അങ്ങോട്ട് രണ്ടടി. ഹല്ലേലൂയ. അവിടെ അങ്ങോട്ട് പ്രശ്നം തീർന്നു. അതിന്റെ വിടുതലുകൾ എന്ന് സഭ അനുഭവിക്കുക. നിനക്കെതിരെ ആയുധങ്ങളെ ദൈവം തകർക്കുകയാണെന്നവന് നിനക്കെതിരെ ഒരു ആയുധവും ഫലിക്കത്തില്ല. സഭയുടെ കെട്ടിനെ അഴിച്ചു ദൈവം ഫ്രീ ആക്കി ഇന്ന് പൂർണ്ണമായൊരു വിടുതൽ തന്ന് നിങ്ങൾ ഐക്യാണ്. നിങ്ങൾ അനുഭവിച്ച ഈ സന്തോഷം ഒരു നിമിഷം കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കുക. നിത്യനും പരിശുദ്ധ പിതാവേ, നല്ല കൃപയ്ക്കായി സ്തോത്രം. ഇന്ന് പ്രഭാത ദൈവം അനുഗ്രഹിച്ചു. 11 വർഷത്തെ സഭയെ ദൈവം അനുഗ്രഹിച്ചു. പത്രോസിന്റെ കെട്ടഴിച്ചതുപോലെ സഭയുടെ കെട്ട് നീ പൊട്ടിച്ചനായി സ്തോത്രം അപ്പച്ച. ഇന്ന് ഈ ചാനലിലൂടെ കേൾക്കുന്ന മീഡിയ മന്നാറ്റി യൂട്യൂബ് ചാനലിലൂടെ സകലവർക്കായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഈ സഭയിൽ കിടന്ന എല്ലാ ദൈവമക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ആദ്യമായിട്ട് വന്നവരുണ്ട് അപ്പച്ച. ഇന്ന് ദൈവം ഈ സഭയായിട്ട് വന്ന എല്ലാ കുടുംബങ്ങൾക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ സഭയങ്ങ് നിറഞ്ഞ് കവിഞ്ഞ് കപ്പച്ച അപ്പ അമർത്തി കുലുക്കി കവിയുന്ന അളവിലേക്ക്
ഈ സഭയെ അങ്ങ് മാറ്റണം. എത്രയും പെട്ടെന്ന് ഈ സഭയെ ഷിഫ്റ്റ് ചെയ്യാൻ പോകുന്നതിനായ സ്തോത്രം. ഷിഫ്റ്റ് ചെയ്യുന്നു ഈ സഭയെ ദൈവം അടുത്ത് വിശാലമാക്കി ദൈവം വളർത്തി പടർത്താൻ പോകുന്നതിനായ സ്തോത്രം. അപ്പാ മുന്തിരി വള്ളി പടരുന്ന പോലെ ഈ സഭ പടരട്ടെ. തിരുവനന്തപുരം പട്ടണത്തിന്റെ ഉണർവിന് വേണ്ടി സഭ പ്രാർത്ഥിക്കുകയാണ്. അനുഗ്രഹിക്കണം, ബലപ്പെടുത്തണം. ഇവിടെ കാലിച്ചവിട്ടെ ഒരു ആത്മാവുകൾ നഷ്ടപ്പെടല്ലേ. ഇന്ന് ഭാരത്തോടെ കടന്നു വന്നവരുണ്ട്, വേദനയോടെ കടന്നു വന്നവരുണ്ട്, ദുഃഖത്തോടെ കടന്നു വന്നവരുണ്ട്. ദൈവം അവരെല്ലാവരും വിടുവിച്ച് ആശീർവാദം വരണം. ഇന്ന് വേദന നടുന്നവരെ സൗഖ്യമാകട്ടെ. അത്ഭുതം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയനെ താഴ്ത്തുന്നു. അടിയനെ നിർത്തിയനായി സ്തോത്രം. തുടർന്ന് ദൈവം അനുഗ്രഹിക്കണം. ഈ തുടർന്ന് നടക്കുന്ന പുതിയ വർഷത്തിലേക്ക് 11 വർഷങ്ങൾ ആയി അടുത്ത 12ാം വർഷത്തിലേക്ക് കാൽ വയ്ക്കുമ്പോൾ ദൈവമേ 12 ഗോത്രങ്ങൾ പ്രവർത്തിച്ചതുപോലെ ഒരു ദൈവ പ്രവൃത്തിനകത്ത് സംഭവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാം മുഴുവൻ മഹത്വം ഞാൻ ദൈവത്തിന് കൊടുക്കുന്നു. എവിടെയെങ്കിലും പ്രാർത്ഥിക്കാൻ വിട്ടുപോയി ക്ഷമിക്കണം കർത്താവേ. പ്രാർത്ഥനയിൽ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ദൈവത്തിന് മഹത്വമേറിയ വിടുതൽ അവിടെ ഇറങ്ങണമേ എന്ന് പറഞ്ഞു. ഇതിനകത്തുനിന്ന് ഒരു വ്യക്തി പോലും ഇന്ന് നിരാശയോട് പാടാൻ വരുത്തരുത്. എല്ലാ മാനവും മഹത്വം ഞാൻ ദൈവത്തിന് കൊടുക്കുന്നു. സകല യേശു ക്രിസ്തു നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.